ഹലോ ഓൾ, ഞാൻ ഈ പൊക്കിക്കൊണ്ടുവരുന്നത് എന്താണെന്നല്ലേ, ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് വാങ്ങിയത്. അപ്പോൾ നിധിക്കുട്ടിന് സ്ക്രീനിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പൊക്കി കാണിച്ചതാണ്. രാവിലത്തെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എന്ത് സാധനം വീട്ടിൽ വന്നാലും അത് അപ്പം തന്നെ പൊട്ടിക്കണം. അപ്പോൾ തലേ ദിവസമേ രാത്രി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ പൊട്ടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് നാളെ രാവിലെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ. രാവിലെ എണീറ്റ് വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യണ്ടേ, അത് അൺബോക്സ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എണീറ്റ് വന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളത് പൊട്ടിച്ചെടുത്തു. ഞാൻ പെയറാണ് വാങ്ങിയത്. 2 എണ്ണത്തിന് 499 റുപ്പീസായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. മീൻസ് മെറ്റലാണ് വരുന്നത്. പക്ഷേ മഴയൊക്കെ നനഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാനും നിധിക്കുട്ടനും കൂടെ അതിനെ പുറത്തൊക്കെ കൊണ്ടുവച്ച് എത്ര വെയിറ്റ് ഹോൾഡ് ചെയ്യുമെന്നൊക്കെ ചെക്ക് ചെയ്തു. അപ്പം ഞാൻ കയറി നിന്നിട്ട് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ റേറ്റിന് ഇത് ഓക്കെയാണ്. പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പോട്ട്സ് എടുത്ത് വെച്ചു. ഒരുപാട് വെച്ചില്ല, ഒരു 4-5 എണ്ണം വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ആർട്ടിഫിഷ്യൽ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സെറ്റ് ഓഫ് 20 25 എന്തോ ആണ് വരുന്നത്. 300 ആണെന്ന് തോന്നുന്നു റേറ്റ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ബട്ടർഫ്ലൈ സ്റ്റിക്ക് അങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്താലായിട്ട് കിട്ടും. തുമ്പി ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബട്ടർഫ്ലൈ ആണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പം നമുക്കിങ്ങനെ ഈ ചട്ടിയിലൊക്കെ ആ മണ്ണിലൊക്കെ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ ഇത് അതിൻ്റെ മേളിലായിട്ട് സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല. കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ഫ്ലിക്കറിങ് അല്ലെങ്കിൽ ഒരു മൂവിങ് എഫക്റ്റ് പോലെ നമുക്ക് തോന്നും. പിന്നെ ഞാൻ ബട്ടർഫ്ലൈയും കൂടി അതിനകത്ത് വെച്ചു. അപ്പം ഇങ്ങനത്തെ ഒരു ലുക്കാണ് കിട്ടുക. ഈ സമയത്ത് ആ കയ്യിലുണ്ടായിരുന്ന സിസേഴ്സ് വെച്ച് നിതീഷ് അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി പ്ലാന്റ്സ് വാങ്ങിക്കണമെന്നുണ്ട്. ഞാൻ വേറെ കുറച്ച് പ്ലാന്റ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡോർ വീടിനകത്ത് വെക്കാൻ പറ്റുന്ന കുഞ്ഞു പോട്ടിനകത്തുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് വെച്ചത്. ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല ആ സ്റ്റാൻഡിന്, കുറച്ച് ചെറിയ ഹൈറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനത് പല ആംഗിളിൽ എടുത്തു എന്നേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ ബൈ.